ഷെടാ ഈലാണല്ലോ ഞാൻ ആ റഫ് നോട്ട് വെച്ചേ. അതെവിടെ പോയി? എന്താ ചേച്ചി കുറേ നേരമായല്ലോ എന്താ തേടുന്ന കാണുന്നേ? എങ്ങോ ഈ കിടന്ന് തേടുന്നേ? ഓ അത് പിന്നെ എന്റെ പുതിയ റഫ് നോട്ട് ഞാൻ ഈ ബാഗിൽ വെച്ചായിരുന്നു. പക്ഷേ ഇപ്പൊ കാണുന്നില്ല. ആകെ നോക്കുന്നേ. നല്ലോണം നോക്കിക്കേ. ചേച്ചി ബാഗിൽ ഇട്ടതാണെങ്കിൽ ബാഗിൽ തന്നെ കാണത്തില്ലയോ? ഓ ആവും ഇത് നോക്കി. ഇതിൽ എവിടെയും കാണുന്നില്ല. ഷെടാ അയിലാണ് ഇന്നത്തെ മാത്സ് നോട്ട് ഫുൾ എഴുതി എടുത്തത്. എനിക്കാണെങ്കിൽ മൺഡേ മാത്സ് നോട്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഞാനിപ്പോ എന്താ ചെയ്യാ? ചേച്ചി ബാഗ് ഒന്ന് തന്നെ ഞാനൊന്ന് തേടി നോക്കട്ടെ. അതെന്തിനാ? അത് പിന്നെ ചേച്ചി തേടിയിട്ട് ചേച്ചിക്ക് കാണാത്തതാണെങ്കിലോ? ഞാൻ തേടിയാലേ ചിലപ്പോ കിട്ടിയാലോ? അതാണ് പറയണേ. ആ ബാഗ് ഒന്ന് കാട്ടിക്കേ ഞാൻ നോക്കട്ടെ. അയ്യോ ദേ ആറ് വലിയ പിള്ള സമയല്ലേ. ഞാനേ എന്റെ ബാഗിൽ നോക്കി അതിൽ കാണില്ല കേട്ടാ. അത് എഴുതി നിനക്ക് ഈ ബാഗ് തന്നിട്ടേ നിന്നെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ച് എന്റെ ബുക്ക് കണ്ടുപിടിക്കണമെന്ന് എനിക്ക് യാതൊരു ആവശ്യമില്ല. ഞാൻ തന്നെ തേടി കണ്ടുപിടിച്ചോളേ. മക്കൾ അവിടെ ഇരുന്നോ കേട്ടാ. ചേച്ചിക്കൊരു ഉപകാരം ആവില്ലെന്ന് ചേച്ചി ചോദിച്ചതാ. അതിന് ഇത്ര ചാട കാണിക്കണ്ടേ? ദേ കുഞ്ഞാറ്റേ അല്ലെങ്കിൽ തന്നെ ബുക്ക് കാണാണ്ട് ഇളിച്ചം പിടിച്ച് നിൽക്കുവാ. വെറുതെ എന്റെ അടുത്ത് ചോദിച്ച് മേടിക്കില്ലേ? ആ പിന്നെ ചേച്ചി തന്നെ വരെ എന്റെ കയ്യെന്താ മുല്ലപ്പൂ പറിക്കാൻ പോവോ? മുല്ലപ്പൂ എന്തോന്ന് പിള്ളേരെ ഏത് നേരം കാക്കക്കൂട്ടിൽ കല്ലിട്ടമാരി കലബില 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 ഇത് മാത്രമേ ഉള്ളൂ. ഇന്ന് രണ്ടക്ഷരം പഠിക്കാനുള്ള നേരം കാണില്ല. അച്ഛമ്മേ അത് പിന്നെ എന്റെ നോട്ട് ബുക്ക് കാണില്ല. അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്നെങ്കിൽ എന്റെ തള്ളനോട് പോയി ചോദിക്കേ. അതല്ലാന്നുണ്ടെങ്കിലേ എവിടെ വെച്ചെന്ന് ഓർത്ത് പോയി തേടി എടുക്കാൻ നോക്ക്. അല്ലാണ്ട് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ തേടി കണ്ടുപിടിച്ച് തരണേ ഇനിയിപ്പോ. ദേ കുഞ്ഞാറ്റേ പോയിക്കേ. എന്റെ അടുത്ത് വേടിക്കും പറഞ്ഞേക്കാം. മാളേ നിനക്ക് പ്രത്യേകം പറയണോ? സോറി അച്ഛമ്മേ. മിണ്ടാതെ പഠിക്കാൻ നോക്ക്. ഇനി എന്തെങ്കിലും കലബില കേട്ടാ വടി എടുത്തോണ്ടെന്നിട്ട് എല്ലാത്തിനും നേരത്തെ പൊട്ടിക്കും. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഇതാ പറ്റിയ സമയം. മാളേച്ചി അപ്പോഴേക്കും ഇരുന്ന് പഠിക്കുക. അമ്മയാണെങ്കിൽ എന്നെ കിച്ചണിലേക്കും. അപ്പോ അനുചേച്ചിന്റെ റൂമില് ആരുണ്ടാകത്തില്ല. നല്ല നൈസായിട്ട് പോയിട്ട് റൂമിന്ന് ആ ഹോജാപടിന്റെ ബോർഡ് എടുത്ത് എന്റെ ബാഗിൽ ഇട്ടേക്കണം. ഷെടാ എന്നാലും ഇതെവിടെ പോയി? നീ കുഞ്ഞാറ്റേ നീ ഇതങ്ങോട്ടാ. അത് പിന്നെ അച്ഛമ്മേ ഞാന് അടുക്കളയിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പോവാ. വേഗം പോയിട്ട് വന്നിട്ടേ ഇരുന്ന് പഠിക്കാൻ നോക്ക്. ഓക്കേ അച്ഛമ്മേ. അല്ല ഇവനെന്താ പുസ്തകം തുറന്നിങ്ങനെ കിടന്ന് ഉറങ്ങുന്നേ? ഡാ അപ്പു അപ്പു ഏയ്സ് എന്തോന്ന്? ഡാടാ ബുക്കും തുറന്നു വെച്ചിട്ടാണോ കിടന്ന് ഉറങ്ങുന്നേ? അച്ഛമ്മങ്ങനെ കണ്ടാണ്ടല്ലോ എന്റെ കാര്യത്തിൽ തീരുമാനമാക്കി തരും. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞേ ബുക്കും പൂട്ടിച്ച് പോയി കിടക്കാൻ നോക്ക്. വെറുതെ ബുക്കിന്റെ മുന്നിലേ അവൻ ഉറങ്ങി തൂങ്ങല്ലേ. ഒന്ന് പോ മാളു. ഒരു 5 മിനിറ്റ് മനുഷ്യന് മനസ്സമാധാനത്തോട് കിടക്കാനും സമ്മതിക്കത്തില്ല. ഓ എന്തേലും കാട്ടെ. അച്ഛമ്മന്റെ അടുത്ത് കിട്ടുമ്പോഴേ താനെ പഠിച്ചോളും. ഷെടാ എന്താണിത്?